മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ടോപ്പിക്ക്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് വളരെ ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിൽ നിന്ന് അപ്പോൾ ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് കയറി വരുന്ന, അതുപോലെ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ടോപ്പിക്സും ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാനിന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് മൈക്രോബ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിനകത്തിലെ അഡിനോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ ഡയഗ്രം എടുത്തോളൂ. ഡയഗ്രം നമ്മുടെ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്. പോളിഹെഡ്രൽ ക്രിസ്റ്റലാകൃതിയിൽ കാണപ്പെടുന്ന വൈറസാണ് അഡിനോ വൈറസ്. ഇത് നമുക്ക് ഈ വൈറസ് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ടാകും. അപ്പോൾ പോളിഹെഡ്രൽ ക്രിസ്റ്റലാകൃതിയിൽ കാണപ്പെടുന്ന വൈറസിന് വിളിക്കുന്ന പേര് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, അഡിനോ വൈറസ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ടൊബാക്കോ പ്ലാന്റ്സിൻ്റെ ലീഫിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഉണ്ടാവും. അതൊരു വൈറസിൻ്റെ, അതിനെ ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് എന്നാണ് പറയുന്നത്. അതിന് കാരണമായിട്ടുള്ള വൈറസാണ് TMV വൈറസ്, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഓക്കെ, അതൊന്ന് ഓർത്തോണം. അപ്പോൾ ഈ ലീഫിൽ ഇങ്ങനെ ഡോട്ടുകൾ വീഴുന്നതിനെയാണ് മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്നത്. അതിന് കാരണമായിട്ടുള്ള വൈറസാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഓക്കെ, ഇനി അടുത്തത് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ടോപ്പിക്ക്, ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്. നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ധാരാളം പ്രോഡക്റ്റുകൾ മൈക്രോബ്സിൻ്റെ ആക്ഷനിലൂടെയാണ് നിർമ്മിക്കുന്നത്. അങ്ങനെയുള്ളതിലാണ് ഫസ്റ്റ് വൺ കേർഡ്. അതിന് കാരണമായിട്ടുള്ള വൈറസാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അതുപോലെ ടൊഡി, അത് ഈസ്റ്റാണ് അതിൽ മെയിൻ റോൾ വഹിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇഡ്ഡലി ദോശ, അതിൻ്റെയൊക്കെ മാവ്. അതിന് കാരണമായിട്ടുള്ള ഇഡ്ഡലി ദോശ, ഇതിൻ്റെയൊക്കെ മാവ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്ന, മാവ് പൊളിച്ച് കറക്റ്റ് മാവായിട്ട് മാറാൻ സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേര് ലൂക്കോനോസ്റ്റോക്ക് മീസെൻട്രോയിഡ്സ്. ഓർത്തോണം. അപ്പോൾ ഈ മൈക്രോബ്സിൻ്റെ പേരാണ് വൺ വേർഡ് പോലെ ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ ബ്രെഡ്, ഫെർമെൻറ്റേഷൻ നടത്തുന്ന ധാരാളം പ്രോഡക്റ്റുകൾ, ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് മെയിനായിട്ട് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചീസ്, അത് നമ്മളൊന്ന് ഓർമ്മ വെക്കണം. ഈ ചീസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പോൾ ഈ മിൽക്ക് അങ്ങോട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ചൂടാറാനായിട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്കൊരു പാട പോലൊരു സാധനം അടിയും. അതുപോലെ തന്നെ ടീയുടെ, അതിനെയാണ് ചീസ് എന്ന് പറയുന്നത്. ചീസിനെ നമ്മൾ രണ്ടായിട്ട്, ഈ ചീസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്തത് സിസ് ചീസ്, രണ്ട് റോക്കി ഫോർട്ട് ചീസ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ചീസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സിസ് ചീസ്, രണ്ട് റോക്കി ഫോർട്ട് ചീസ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ സിസ് ചീസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് കാരണമായിട്ടുള്ള കോസൽ ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ആണ്. പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് സിസ് ചീസ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ റോക്കി ഫോർട്ട് എന്ന് പറയുമ്പം, റോക്കി ഫോർട്ട് ചീസ് എടുത്തു കഴിഞ്ഞാൽ അത് ഫംഗസ് ആണ് അത് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നത്. ആ ഫംഗസിന് പറഞ്ഞ പേരാണ് പെൻസിലിയം റോക്കി ഫോർട്ടി എന്ന് പറയും. ആ പേരുകൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ മൈക്രോബ്സ്, നമ്മുടെ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റുകളൊക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ ഏത് മൈക്രോബ്സിൻ്റെ ആക്ഷനിലൂടെയാണ് ഇത് ഫോം ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർമ്മ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അടുത്തത് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആണ്. നമ്മൾ ഇൻഡസ്ട്രിയലായിട്ട് ധാരാളം പ്രോഡക്റ്റുകൾ മൈക്രോബ്സിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അതിൽ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കയറി വരുന്നത്. ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആണ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ നിന്നാണ് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ കയറി കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയലായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബിവറേജസ്. അത് കൂടുതലും ഈസ്റ്റ് പോലുള്ള ഫംഗസിൽ നിന്നാണ് ബിവറേജസ് പ്രോഡക്റ്റുകൾ നമ്മൾ മാനുഫാക്ചർ എടുക്കുന്നത്.
ബിയർ, വൈൻ അങ്ങനെയുള്ള ബിവറേജസ് പ്രോഡക്ട്സ് എല്ലാം ഈസ്റ്റ് പോലുള്ള ഫംഗസിൽ നിന്നാണ്. ഈസ്റ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുകളുടെ പ്രസൻസിൽ സ്റ്റാർച്ചിനെ അത് വിഘടിപ്പിച്ച് എത്തനോളും കാർബൺ ഡൈഓക്സൈഡും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് എത്തനോളും കാർബൺ ഡൈഓക്സൈഡും ആക്കി മാറ്റും. എത്തനോളാണ് പ്യുവർ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ. മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് നോക്കിയിരിക്കുന്ന ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ഇൻഡസ്ട്രിയലായിട്ട് നിർമ്മിക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ബിവറേജസ്, അതുപോലെ ആൻറ്റിബയോട്ടിക്സ്, പിന്നെ കെമിക്കൽസ്, എൻസൈംസ്, പിന്നെ അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. അതിൽ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. അത് സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ബ്യൂട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇങ്ങനെയുള്ള ആസിഡുകളാണ്. ഈ ആസിഡുകളെല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന ഏതൊക്കെ ഓർഗാനിസത്തിൽ നിന്നാണ്, ആ ഓർഗാനിസത്തിൻ്റെ പേര് ഉറപ്പായിട്ടും ഓർമ്മയിൽ വെക്കണം. ഓക്കെ. എൻസൈംസ് എന്ന് പറയുമ്പം മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആയിട്ട് നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട എൻസൈംസ് ആണ്. 1 ലിപ്പേസ്, 2 പെക്റ്റിനേസ്, 3 പ്രോട്ടിയേസ്, 4 സ്ട്രെപ്റ്റോകൈനേസ്. കണ്ടോ, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ട്രെപ്റ്റോകൈനേസ്. സ്ട്രെപ്റ്റോകൈനേസിൽ നിന്ന് ക്വസ്റ്റ്യൻ കയറി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, TPA. അപ്പോൾ ഈ സ്ട്രെപ്റ്റോകൈനസ് എന്ന് പറയുന്ന എൻസൈം എടുത്തു കഴിഞ്ഞാൽ, ഇത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഈ എൻസൈം മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ എൻസൈമിനെ നമ്മൾ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് മെയിനായിട്ട് ക്ലോട്ട് ബസ്റ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ക്ലോട്ട് ബസ്റ്റർ എന്ന് പറയുമ്പം ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യുമ്പം ആ ക്ലോട്ട് ചെയ്യുന്ന ബ്ലഡ് അലിഞ്ഞു മാറുന്നതിന് വേണ്ടി നമ്മളിലോട്ട് ആദ്യം ഇഞ്ചെക്റ്റ് ചെയ്യുന്ന എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനേസ് ആണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് വെസൽസിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് അലിഞ്ഞങ്ങ് മാറും. അതിന് സഹായിക്കുന്ന എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനേസ്. ഇതിനെ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ അഥവാ TPA എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ക്ലോട്ട് ബസ്റ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോട്ട് ബസ്റ്ററായിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് ആൻസർ സ്ട്രെപ്റ്റോകൈനേസ്. മറക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 1 വേർഡായിട്ട് ഒരുപാട് തവണ കയറി ചോദിച്ചിട്ടുള്ള. ഓക്കെ. അടുത്തത് ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അതിനകത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് 2 എണ്ണമാണ്. 1 സൈക്ലോസ്പോറിൻ A, 2 സ്റ്റാറ്റിൻ. കണ്ടല്ലോ, ഇത് രണ്ടും ഓർമ്മയിൽ വെച്ചോണം. സൈക്ലോസ്പോറിൻ A എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഇതൊരു ആൻറ്റിബയോട്ടിക്കാണ്. ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ ഈ ഒരു ആൻറ്റിബയോട്ടിക് നമ്മളിലേക്ക് ആ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന വ്യക്തിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഇഞ്ചെക്റ്റ് ചെയ്യാതെ നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം പെട്ടെന്ന് റെസിസ്റ്റ് ചെയ്യും. അതുമൂലം പല സൈഡ് എഫക്റ്റുകളുണ്ടാവും. BP വരെ കൂടാം, സ്ട്രോക്ക് ഉണ്ടാകാം. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന വ്യക്തി ആദ്യം ഈ സൈക്ലോസ്പോറിൻ A എന്നറിയപ്പെടുന്ന ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യും. അതുകൊണ്ട് ഇതിനെ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഏത്? സൈക്ലോസ്പോറിൻ A. അതാണ് ക്വസ്റ്റ്യൻ. ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ സൈക്ലോസ്പോറിൻ A എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കാണ്. ഓക്കെ. ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്, ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആൻറ്റിബയോട്ടിക്കാണ്, അല്ലെങ്കിൽ ബയോ ആക്റ്റീവ് മോളിക്യൂൾസാണ് സൈക്ലോസ്പോറിൻ A. ഓക്കെ. അപ്പോൾ ഇതിനെ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ് എന്നാണ് അറിയപ്പെടുന്ന ആരാന്ന് 1 വേർഡായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ സൈക്ലോസ്പോറിൻ A. അടുത്തത് സ്റ്റാറ്റിൻ. ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബ്ലഡ് കൊളസ്ട്രോൾ ലെവല് ഡിക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന
ബയോ ആക്റ്റീവ് മോളിക്യൂൾസാണ് യഥാർത്ഥത്തിൽ ആര് സ്റ്റാറ്റിൻ. അതും ഒന്ന് ഓർമ്മ വെച്ചോളാം. അപ്പം ഈ സ്ട്രെപ്റ്റോകൈനേസ്, സൈക്ലോസ്പോറിൻ എ, സ്റ്റാറ്റിൻ, ഇത് മൂന്നും ഇതിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ. സീവേജ് ട്രീറ്റ്മെൻറ്റ്സ്. സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലിനജലം, അത് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വളരെ കൂടുതലായിട്ട് മൈക്രോബ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് എത്ര സ്റ്റെപ്പുകളിലായിട്ടാണ്? 2 സ്റ്റെപ്പിലായിട്ടാണ്. ഒന്ന് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്സ്, 2 സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ. പ്രൈമറി ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്തിലെ കണ്ടൻസ് സോളിഡായിട്ടുള്ളതും അതിനകത്തിലെ ന്യൂട്രിയൻസും എല്ലാം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആണ് ഏത്? മൈക്രോബ്സിനെ ഉപയോഗിച്ച് ന്യൂട്രിയൻസിനെ കൂടുതൽ കൺസ്യൂം ചെയ്യുക. അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഓക്കെ. അപ്പം മൈക്രോബ്സിന് സീവേജ് ട്രീറ്റ്മെൻറ്റിനകത്തിൽ സീവേജ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് 2 സ്റ്റെപ്പുകളായിട്ടാണ്. ഒന്ന് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്സ്, 2 സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്സ്. ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടോണം. ഓക്കെ. അപ്പോൾ ഇത് വായിച്ചു വിടുമ്പം ഇതിനകത്ത് സബ്ബായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് BOD COD. കണ്ടോ? നമ്മൾ ബോട്ടണിയിലും പഠിച്ചിട്ടുള്ളതാണ്. BOD എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, COD എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ. BOD COD അത് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുക. അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കത്തില്ല, എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പം വാട്ടർ ബോഡീസിൽ നിന്ന് മൈക്രോബ്സ് എന്തുമാത്രം ഓക്സിജൻ കൺസ്യൂം ചെയ്ത് അത് കണ്ടുപിടിക്കുന്നതാണ് BOD. എന്നാൽ വാട്ടറിനകത്ത് കെമിക്കൽസിൻ്റെ കോൺസെൻട്രേഷൻ എന്തുമാത്രം കൂടുതലുണ്ട് എന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് COD. ഓക്കെ. ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് മൈക്രോബ്സിന് ഉപയോഗിക്കുന്നുണ്ട്. ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോബ്സ് ആണ് നമ്മുടെ BT കോട്ടനകത്തിലെ BT കോട്ടൺ എന്നറിയപ്പെടുന്ന ബാസിലസ് തോറിജിനിസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ബാസിലസ് തോറിജിനിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഫോറിൻ ജീനിനെ കടത്തുവിട്ട് ഡെവലപ്പ് ചെയ്യിപ്പിച്ച പ്ലാന്റാണ് ഏത്? BT കോട്ടൺ. ഓക്കെ. അതുപോലെ ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗസുകളുണ്ട്. ആ ഫംഗസിൻ്റെ പേര് ഒന്ന് ഓർമ്മ വെച്ചോണം. ട്രൈക്കോഡെർമ ഹെർസിയാനം ബയോ കൺട്രോൾ ഏജൻസായിട്ട് ഉപയോഗിക്കുന്ന ഫംഗസാണ്. അതുപോലെ ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് ഏത്? ബാസിലസ് തോറിജിനിസിസ്. അതുപോലെ ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് നമ്മൾ വൈറസിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന വൈറസാണ് ബാക്കുലോ വൈറസ്. ഇതിൻ്റെ എല്ലാം ജസ്റ്റ് പേരൊന്ന് ഓർമ്മ വെച്ചോണം. 1 വേർഡ് പോലെ നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ. ഇനി അടുത്തത് മൈക്രോബ്സ് ഇൻ ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ബയോഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ വളരെ കൂടുതലായിട്ട് മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ബയോഗ്യാസിൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോബ്സ് ആണ് ഏത്? മെത്തനോജൻസ്. ഇത് ഈ റൂമിനൻ്റ് ആനിമൽസിൻ്റെ കൗഡങ്ങിനകത്തുണ്ട് ഈ മെത്തനോജൻസ്. അതാണ് നമ്മൾ ബയോഗ്യാസ് നിർമ്മിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? വെജിറ്റബിൾ വേസ്റ്റ്, പ്ലാന്റ് വേസ്റ്റ്, അതുപോലെ തന്നെ കൗഡങ് കൂടെ ആഡ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് ഈ ബയോഗ്യാസ് പ്ലാന്റിനകത്തിട്ട് വെച്ച് കഴിയുമ്പോൾ ഈ മൈക്രോബ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനെല്ലാം കൂടെ ഡീകമ്പോസ് ചെയ്ത്, മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഇതിനെല്ലാം ഡീകമ്പോസ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് ബയോഗ്യാസ് എന്ന് പറയുന്ന ഗ്യാസ് എസ്കേപ്പ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ. ബയോഗ്യാസിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുമ്പോൾ മീഥെയിനാണ്. ഓക്കെ. ബയോഗ്യാസിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഗ്യാസ് എന്ന് പറയുമ്പോൾ ഏതാണ്? മീഥെയിനാണ്. ഈ മീഥെയിനാണ് ബയോഗ്യാസിന് ഹീറ്റ് ഡൊണേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കളറ് കത്തുമ്പോൾ ഒരു ഫ്ലെയിമിനൊരു കളറുണ്ട്. ആ കളർ ഡൊണേറ്റ് ചെയ്യുന്നതെല്ലാം മീഥെയിനാണ്. മീഥെയിൻ കൂടാതെ ഹൈഡ്രജൻ, നൈട്രജൻ, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ മോളിക്യൂളുകളും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ബയോഗ്യാസ് നിർമ്മിക്കുന്ന ആ പ്ലാന്റിനെയാണ് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് എന്നറിയപ്പെടുന്നത്. ബയോഗ്യാസ് പ്ലാന്റ് അതിന് ഡയഗ്രാം ഒന്ന് നോക്കണം. അതൊരു തവണ ആനുവൽ എക്സാമിനേഷന് അതിൻ്റെ ഡയഗ്രാം എക്സാമിന് കയറി ചോദിച്ചാൽ ഇതാണ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഡയഗ്രാം. ഈ ഡയഗ്രാം ഒന്ന് നോക്കണം. ഈ ഡയഗ്രാം തന്നിട്ട് ഇതിൻ്റെ ഓരോ പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. കണ്ടല്ലോ. അപ്പം ഈ ബയോഗ്യാസ് നിർമ്മിക്കുന്നത് എങ്ങനെ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കത്തില്ല. ബയോഗ്യാസിൻ്റെ ആ തടങ്ങിയിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട കമ്പോണൻസ് മീഥെയിനാണെന്ന് ഓർക്കുക. ഇത് മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ആക്ഷനിലൂടെയാണ് ബയോഗ്യാസ് ഫോം ചെയ്യുന്നത്. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഡയഗ്രാം അതാണ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ ഡയഗ്രാം തന്നിട്ട് ABCD ഇങ്ങനെ ഒരു 3-4 പാർട്ടുകൾ നമ്പർ ഇട്ട് തരും. എന്നിട്ട് അത് നമ്മൾ കറക്റ്റായിട്ട് ആ ഡയഗ്രാം നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ എന്ത് ചെയ്യും? ആ നമ്പർ ഇട്ടേക്കുന്നതിൻ്റെ പേരെന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം
റെസിഡ്യൂസും അല്ലെങ്കിൽ വെജിറ്റബിൾ വേസ്റ്റും പ്ലാന്റ് വേസ്റ്റും പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടും കൗഡും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന റീജിയനാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിവിടെ കിടന്ന് ഡീകമ്പോസ് ചെയ്തിട്ട് അതിങ്ങനെ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതൊരു പൈപ്പിലൂടെ നേരെ ഈ ടാങ്കിനകത്ത് ചെല്ലുകയാണ്. ഇതിനെ നമ്മൾ ഇൻലെറ്റ് പൈപ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്നിട്ട് ഈ ടാങ്കിനകത്ത് വന്നാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാങ്കിനകത്ത് വെച്ച് ഈ ടാങ്കിന് നമ്മൾ പറഞ്ഞ പേരെന്താ, ഡൈജസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ടാങ്കിനകത്ത് വെച്ച് മെഥനോജൻസിൻ്റെ ആക്ഷനിലൂടെ ഇത് ഡീകമ്പോസ് ചെയ്ത് അതിൽ നിന്ന് ബയോഗ്യാസ് എസ്കേപ്പ് ചെയ്യും. ഓക്കെ, ആ എസ്കേപ്പ് ചെയ്യുന്ന ബയോഗ്യാസിനെ ഇത് ഈ താഴത്തെ മെയിൻ ചേംബറാണ്. ഈ ചേംബറിൻ്റെ മണ്ടയ്ക്ക് എന്താണ്, മണ്ടയ്ക്ക് ഒരു ചെറിയൊരു ചേംബർ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചേംബറിനകത്താണ് വന്ന് ബയോഗ്യാസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ആ ചേംബറിന് പറഞ്ഞ പേരാണ് ഫ്ലോട്ടിംഗ് ഗ്യാസ് ഹോൾഡർ എന്ന് പറയും. ഒരു ചേംബർ മണ്ടയ്ക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അതിനകത്താണ് ഇവിടെ കിടന്നാണ് ഈ ഡൈജസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ടാങ്കാണ്. ഇവിടെ കിടന്നാണ് ഡീകമ്പോസ് ചെയ്തത്. മെഥനോജൻസിൻ്റെ ആക്ഷനിലൂടെ ഈ കൗഡങ്ങിനകത്ത് അടങ്ങിയിരിക്കുന്ന മെഥനോജൻസിൻ്റെ ആക്ഷനിലൂടെ പ്ലാന്റ് വേസ്റ്റ്, അതുപോലെ തന്നെ പ്ലാന്റ് വെജിറ്റേറ്റീവ് പാർട്ടാണ്, ലീഫ്, തണ്ട്, അങ്ങനെയുള്ള അഴുകി മാറുന്ന പദാർത്ഥങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. പിന്നെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ്, ഇതെല്ലാം വിഘടിച്ച് മാറുന്നതാണ്, ഡീകമ്പോസ് ചെയ്ത് മാറുന്ന. അതല്ല, അതിനെ കംപ്ലീറ്റ് ആയിട്ട് വിഘടിപ്പിച്ച് അതിൽ നിന്ന് ബയോഗ്യാസ് എസ്കേപ്പ് ചെയ്യിപ്പിക്കുന്നത് ഈ ബാക്ടീരിയയാണ്. എന്നിട്ട് ആ ബയോഗ്യാസ് വന്ന് മണ്ടക്കത്തെ ചെറിയൊരു ചേംബറിനകത്ത് വന്ന് ഹോൾഡ് ചെയ്യും. ഓക്കെ, അതിനെയാണ് ഫ്ലോട്ടിംഗ് ഗ്യാസ് ഹോൾഡർ എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കൊരു ചെറിയൊരു പൈപ്പുണ്ട്. അതിനെ നമ്മൾ ഔട്ട്ലെറ്റ് പൈപ്പ് എന്നാണ് പറയുന്നത്. ആ ഔട്ട്ലെറ്റ് പൈപ്പിനകത്തൂടാണ് ബയോഗ്യാസ് വെളിയിലോട്ട് വരുന്നത്. അത് നേരെ നമ്മുടെ ഗ്യാസുമായിട്ട് കണക്ട് ചെയ്താണ് വരുന്നത്. ഓക്കെ, പിന്നെ അവസാനം ഇതിനകത്തിലെ വേസ്റ്റിനെ വെളിയിലോട്ട് കളയുന്ന ഒരു ചേംബറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെളിയിലോട്ട് എടുക്കുന്ന ഈ പൈപ്പിനെയാണ് ഔട്ട്ലെറ്റ് പൈപ്പ് എന്ന് പറയും. ഇത് അകത്തോട്ട് ബയോഗ്യാസിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അകത്തേക്ക് ഈ ഡൈജസ്റ്റർ എന്നറിയപ്പെടുന്ന ടാങ്കിലേക്ക് കടത്തിവിടുന്ന പൈപ്പ്, ഇത് ഇൻലെറ്റ് പൈപ്പ് എന്ന് പറയും. അവസാനം ഇത് വെളിയിലോട്ട് തള്ളുന്ന ഈ പൈപ്പാണ് ഏത്, അവസാനം ഇതിനകത്തുനിന്ന് വേസ്റ്റിനെ വെളിയിലോട്ട് കളയുന്നത് ഈ പൈപ്പിലൂടെ. ഇതിനെയാണ് ഔട്ട്ലെറ്റ് പൈപ്പ് എന്ന് പറയാം. അത് വന്നിട്ട് ഈ ചെറിയൊരു ചേംബറിനകത്ത് വന്ന് നിറയും. എന്നിട്ട് അവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. ആ വേസ്റ്റ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്ന ഈ ഭാഗം, ഈ ചെറിയ ചേംബറിന് പറഞ്ഞ പേരെന്താ, സ്ലഡ്ജ് ചേംബർ എന്നാണ് പറയുന്നത്. അതിനകത്ത് വന്ന് അടിയുന്ന ആ വേസ്റ്റ് എല്ലാം കൂടാണ് സ്ലഡ്ജ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രം ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. ഈ ഡയഗ്രത്തിൻ്റെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഡയഗ്രം നോക്കിയിട്ട് അതിനകത്ത് വരുന്ന പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് ലേബൽ ചെയ്യാനായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിനകത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ ജസ്റ്റ് ഓടിച്ചൊന്ന് വിട്ട് നോക്കുക. ഓക്കെ, ഓടിച്ച് വിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് എസ്സേ പോലെ എഴുതാനായിട്ടൊന്നും അങ്ങനെ ചോദിക്കത്തില്ല. എല്ലാം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുന്നത്. അതെല്ലാം പേരുകളും കോമ്പോ അങ്ങനെ ഓരോരോ ഞാൻ ഈ പറഞ്ഞ പോലുള്ള വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. വൺ വേർഡ് പോലെ എഴുതാനുള്ള ക്വസ്റ്റ്യൻസേ വരുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും, ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ.